Hi everyone, welcome back to Full Stack Solutions. React.js സീരീസിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രോപ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നിങ്ങൾക്ക് പ്രോപ്സ് എന്താണെന്ന് അറിയില്ലെങ്കിൽ നമ്മുടെ ഈ സീരീസിൽ മൂന്നാമത്തെ വീഡിയോ പ്രോപ്സ് ഒബ്ജക്റ്റിനെ പറ്റിയിട്ടുള്ളതാണ്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് പ്രോപ്സ് ഒബ്ജക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇന്നത്തെ വീഡിയോ കാണുക. അല്ലെങ്കിൽ ഇന്ന് പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് മനസ്സിലാവാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ അന്നത്തെ വീഡിയോയിൽ ബേസിക്കലി രണ്ട് കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്തായിരുന്നു, പ്രോഡക്റ്റ് ലിസ്റ്റും പ്രോഡക്റ്റ് കാർഡും. അതിൽ പ്രോഡക്റ്റ് ലിസ്റ്റിൽ നിന്നാണ് ഡേറ്റ നമ്മൾ പ്രോഡക്റ്റ് കാർഡിലോട്ട് പ്രോപ്സ് ഒബ്ജക്റ്റായിട്ട് പാസ് ചെയ്തത്. അതിൽ ഒറ്റ ലെവലിലാണ് ഡേറ്റ നമ്മൾ പാസ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ നമ്മൾ ചില സിനാരിയോസൊക്കെ എടുക്കുകയാണെങ്കിൽ ഇപ്പം നമുക്ക് നമ്മുടെ പ്രോജക്റ്റിലേക്ക് വേണ്ടിയിട്ട് ഒരു തീം സെറ്റ് ചെയ്യണം, ഡാർക്ക് തീമും ലൈറ്റ് തീമും. അത് നമ്മുടെ പ്രോജക്റ്റിലെ എല്ലാ കമ്പോണൻറ്റിനും ആക്സസ് ചെയ്യേണ്ട ഒരു ഫീച്ചറാണ്. പിന്നെ പറയുകയാണെങ്കിൽ യൂസറിൻ്റെ ഒതൻറ്റിഫിക്കേഷൻ, അത് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ കമ്പോണൻറ്റിലും അവൈലബിൾ ആക്കണം. ഇങ്ങനത്തെ സിനാരിയോസിലൊക്കെ നമുക്ക് ഈ പ്രോപ്സ് ഒബ്ജക്റ്റ് യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അത് യൂസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഇഷ്യൂസ് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ടോ, അതിന് ഒരു സൊല്യൂഷനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്ന ഫീച്ചർ കാർട്ടിലോട്ട് പ്രോഡക്റ്റ് ആഡ് ചെയ്യുന്ന ഫീച്ചർ ഉണ്ടല്ലോ. അതായത് നമ്മളിവിടെ ഇതിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് എടുക്കുകയാണ്. ഇപ്പോൾ app.js ഉണ്ടാവും, അതിന് ഉള്ളിലായിട്ട് പ്രോഡക്റ്റ് ലിസ്റ്റ് ഉണ്ടാവും, അതിനകത്തായിട്ടായിരിക്കും പ്രോഡക്റ്റ് കാർഡ് ഉണ്ടാവുക. അതിനകത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് പേജിൽ ആഡ് ടു കാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ ഉണ്ട്. ഇത് നമുക്ക് ഇവിടെ മാത്രമായിരിക്കില്ല നമ്മൾ ആഡ് ടു കാർട്ട് യൂസ് ചെയ്യണത്. ചിലപ്പോൾ നമ്മൾ വിഷ് ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും പ്രോഡക്റ്റുകൾ കാർട്ടിലോട്ട് ആഡ് ചെയ്യേണ്ടത്. ആ സമയത്തും ആഡ് ടു കാർട്ട് ബട്ടൺ ആ ഫീച്ചർ ആ ഫംഗ്ഷൻ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളിപ്പോഴും ഏറ്റവും ടോപ്പിലായിരിക്കും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഡിഫൈൻ ചെയ്യേണ്ടത്. അതായത് റിയാക്ട് ബേസിക്കലി യൂണി ഡയറക്ഷനിലാണ്, ടോപ്പിൽ നിന്ന് താഴോട്ടാണ് നോർമൽ കേസിൽ നമുക്ക് ഡേറ്റ പാസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ എന്ത് ചെയ്യും, നമ്മളിപ്പോൾ ആഡ് ടു കാർട്ട് app.js നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടായിരിക്കും നമ്മൾ ഏറ്റവും ഡീപ്പ് ലെവലിലുള്ള കമ്പോണൻ്റായ പ്രോഡക്റ്റ് കാർഡിലോട്ട് അത് പ്രോപ്സ് ഒബ്ജക്റ്റായിട്ട് പാസ് ചെയ്യണത്. നമുക്ക് ആദ്യം അത് പാസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ നോക്കാം. ആ പാസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഇഷ്യൂസ് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആദ്യം നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്യാണ്. അന്ന് ക്രിയേറ്റ് ചെയ്തതുപോലെ തന്നെ പ്രോഡക്റ്റ് ലിസ്റ്റും പ്രോഡക്റ്റ് കാർഡും. പ്രോഡക്റ്റ് കാർഡ് JSX RFC, അടുത്ത കമ്പോണൻറ്റ് പ്രോഡക്റ്റ് ലിസ്റ്റ് ഡോട്ട് JSX RFC. ഇനി ഇതിൽ പ്രോഡക്റ്റ് ലിസ്റ്റിൽ പ്രോഡക്റ്റ് കാർഡ് നെസ്റ്റ് ചെയ്യണം. പ്രോഡക്റ്റ് കാർഡ് നെസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് പ്രോഡക്റ്റ് ലിസ്റ്റ് app.jsx വന്നിട്ട് നെസ്റ്റ് ചെയ്യണം. പ്രോഡക്റ്റ് ലിസ്റ്റ് നമുക്കിവിടെ ബ്രൗസറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ 3 കമ്പോണൻറ്റും വന്നിട്ടുണ്ട്. നമുക്കിത് മൂന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 3 കമ്പോണൻറ്റിനും ചെറിയൊരു ബോർഡറും കൂടി കൊടുത്തേക്കാം. app.jsx വന്നിട്ട് ഈ ഡിവിനകത്ത് സ്റ്റൈല്, പിന്നെ ഇതാണ് ബോർഡറിന് ഒരു 2px ഒരു ബോർഡർ, സോളിഡ്, അതിന് കളറ് ഒരു ബ്ലാക്ക് കൊടുക്കാം, പിന്നെ ഒരു പാഡിങ് കൂടി കൊടുത്തേക്കാം. പാഡിങ് ഒരു 20px കൊടുക്കാം, 20px. ഇനി ഇത് ഇവിടുന്ന് ഈ സ്റ്റൈല് ഇവിടുന്ന് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തിട്ട് app.list പോയിട്ട് ഈ ഡിവിൽ വന്നിട്ട് പേസ്റ്റ് ചെയ്യാണ്. ഇവിടെ നമുക്ക് കളറ് ബ്ലാക്ക് എന്നുള്ളത് മാറ്റിയിട്ട് ബ്ലൂ ആക്കാണ്. പിന്നെ പ്രോഡക്റ്റ് കാർഡിൽ വന്നിട്ട് സ്റ്റൈല് പേസ്റ്റ് ചെയ്യുന്നു, കളറ് നമുക്കൊരു പർപ്പിൾ കളർ കൊടുക്കും. അപ്പം 3 ഇതായിട്ടുണ്ട്. നമ്മളിനി പ്രോഡക്റ്റ് ലിസ്റ്റിൽ ഡേറ്റ ഡിഫൈൻ ചെയ്തിട്ട് പ്രോഡക്റ്റ് കാർഡിലോട്ട് പ്രോപ്സ് ഒബ്ജക്റ്റായിട്ട് പാസ് ചെയ്യണം.
നമ്മളിത് ഡിഫൈൻ ചെയ്യാണ്, നമ്മൾ അത് ഡാറ്റ ഫെച്ച് ചെയ്യുന്നില്ല പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് എഫക്റ്റൊക്കെ യൂസ് ചെയ്തിട്ട് പ്രോഡക്റ്റ് ഫെച്ച് API ഒക്കെ യൂസ് ചെയ്തിട്ട് ഫെച്ച് ചെയ്ത് കൊണ്ട് വന്നിട്ടൊക്കെ ലിസ്റ്റ് ചെയ്യാം. ID OnePlus പ്രൈസ് 30,000. ഇനി പ്രോഡക്റ്റ് ലിസ്റ്റിൽ നിന്ന് ഇവിടുന്ന് നമുക്കിത് പാസ് ചെയ്യണം. സോ നമുക്ക് ഇവിടെ അറേ ആയതുകൊണ്ട് എന്ത് യൂസ് ചെയ്യണം? മാപ്പ് മെത്തേഡ് യൂസ് ചെയ്യാം. ഇത് ഇവിടുന്ന് കട്ട് ചെയ്യാണ്, കേർലി ബ്രാക്കറ്റ് യൂസ് ചെയ്യുന്നു. അറേയുടെ പേരെന്താണ്? പ്രോഡക്ട്സ് ഡോട്ട് മാപ്പ് മെത്തേഡ് യൂസ് ചെയ്യുന്നു. കോൾ ബാക്ക് ഫംഗ്ഷൻ പാസ് ചെയ്യാണ്. ദെൻ ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഇവിടെ ഓരോ ഇറ്ററേഷനിലും പ്രോഡക്റ്റ് ഉണ്ടാവും. പിന്നെയുള്ളത് പാസ് ചെയ്യേണ്ടത് നമുക്ക് കീ പാസ് ചെയ്യണം. പ്രോഡക്റ്റ് ഡോട്ട് ID. പിന്നെ നമുക്ക് പ്രോഡക്റ്റ് പാസ് ചെയ്യണം. പ്രോഡക്റ്റ് പാസ് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് അവിടെ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോഡക്റ്റ് കാർഡിൽ പ്രോപ്പ് സബ്ജക്റ്റ് റിസീവ് ചെയ്യുന്നു. പ്രോഡക്ട്സ്. ദെൻ ഇവിടെ വന്നിട്ട് ഒരു H1 ടാഗിൽ എന്ത് കൊടുക്കുന്നു? പ്രോഡക്റ്റ് ഡോട്ട് നെയിം കൊടുക്കുന്നു. താഴെ P ടാഗിൽ പ്രോഡക്റ്റ് ഡോട്ട് പ്രൈസ് കൊടുക്കുകയാണ്. ഓക്കെ, ഇത് നമുക്ക് നോക്കാം. ഇവിടെ cannot read പ്രോഡക്റ്റ് കാർഡ് with 13. സോറി, ഇവിടെ പ്രോഡക്ട്സ് അല്ല, പ്രോഡക്റ്റ് ആണ്. പ്രോഡക്റ്റ്. ഓക്കെ, ഇവിടെ നമുക്ക് പ്രോഡക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഫ്ലെക്സ് ആഡ് ചെയ്തേക്കാം. പ്രോഡക്റ്റ് ലിസ്റ്റിൽ ഒരു ഡിവ് സെറ്റ് ചെയ്യാം. നമ്മൾ ലൂപ്പ് യൂസ് ചെയ്യണതിൻ്റെ അവിടെ ഡിവ്, എന്നിട്ട് ഇത് ഇതിനകത്തേക്ക് ഇട്ടേക്കാം. എന്നിട്ട് ഇതിനൊരു ഫ്ലെക്സ് കൊടുത്തേക്കാം. സ്റ്റൈല് ഡിസ്പ്ലേ ഫ്ലെക്സ്, ഒരു ഗ്യാപ്പ് കൊടുത്തേക്കാം 20px. ഓക്കെ, ഇവിടെ നമ്മൾ പ്രോഡക്റ്റ് വന്നിട്ടുണ്ട്. പ്രോഡക്റ്റ് ലിസ്റ്റിൽ നിന്ന് പ്രോപ്പ് സബ്ജക്റ്റ് ആയിട്ട് പ്രോഡക്റ്റ് കാർഡിലോട്ട് പാസ് ചെയ്തു. ഇവിടെ ഒറ്റ ലെവലായതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഇനി ആഡ് ടു കാർട്ട് ബട്ടണിന് വേണ്ടിയിട്ടുള്ള ഫംഗ്ഷൻ നമ്മൾ പാസ് ചെയ്യുന്നത് app.jsxലായിരിക്കും. ആപ്പ് കമ്പോണൻറ്റിൽ നിന്നായിരിക്കും. നമ്മൾ ആപ്പ് കമ്പോണൻറ്റിൽ നിന്ന് പ്രോഡക്റ്റ് ലിസ്റ്റിലോട്ട് പാസ് ചെയ്യും. പ്രോഡക്റ്റ് ലിസ്റ്റിൽ നിന്നായിരിക്കും പ്രോഡക്റ്റ് കാർഡിലോട്ട് പാസ് ചെയ്യുന്നത്. എന്നിട്ട് ഇവിടെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യാം. ഒരു നാവ് ബാറും കൂടി ഇവിടെ സെറ്റ് ചെയ്യാം ഏറ്റവും മുകളിലായിട്ട്. എന്നിട്ട് നമ്മൾ കാർട്ടിലോട്ട് ആഡ് ചെയ്യുന്ന പ്രോഡക്ട്സിൻ്റെ കൗണ്ട്, എത്ര പ്രോഡക്ട്സ് ഉണ്ട്, അതിവിടെ നാവ് ബാറിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. ആ ഒരു ഫീച്ചർ ഇംപ്ലിമെൻ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ app.jsxൽ വന്നിട്ട് അതിന് വേണ്ടിയിട്ട് ഒരു ഫംഗ്ഷൻ നമുക്കിവിടെ ഡിഫൈൻ ചെയ്യാം. കോൺസ്റ്റ് ആഡ് ടു കാർട്ട് എന്ന് പറഞ്ഞിട്ട് ആഡ് ടു കാർട്ട്. നമുക്കപ്പോൾ ഇവിടെ ഒരു കാർട്ടിലേക്കുള്ള ഐറ്റത്തിന് വേണ്ടിയിട്ട് ഒരു സ്റ്റേറ്റ് സെറ്റ് ചെയ്യണം. കോൺസ്റ്റ് കാർട്ട് ഐറ്റംസ് എന്ന് കൊടുക്കാം. കാർട്ട് ഐറ്റംസ് സെറ്റ് കാർട്ട് ഐറ്റംസ് യൂസ് സ്റ്റേറ്റ് ഒരു empty array സെറ്റ് ചെയ്യുന്നു. ആഡ് ടു കാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിലൊരു ഈവൻ ഹാൻഡിൽ ഫംഗ്ഷൻ ഉണ്ടാകും. അതിനകത്തായിട്ടാണ് ആഡ് ടു കാർട്ട് കോൾ ചെയ്യണത്. കോൾ ചെയ്യുന്ന സമയത്ത് അതിൽ കാർട്ടിലോട്ട് ആഡ് ചെയ്യേണ്ട പ്രോഡക്റ്റ് പാസ് ചെയ്തിട്ടുണ്ടാവും. ഇനി ഇതിനകത്ത് നമുക്ക് സെറ്റ് കാർട്ട് ഐറ്റംസ് കോൾ ചെയ്യണം. സോ അതിലൊരു കോൾ ബാക്ക് ഫംഗ്ഷൻ, ഇതിനകത്തായിട്ടാണ് നമുക്ക് കാർട്ടിലോട്ട് ആഡ് ചെയ്യേണ്ട പ്രോഡക്റ്റ് പാസ് ചെയ്യേണ്ടത്. സോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ആദ്യം പ്രോഡക്റ്റ് കാർട്ടിലോട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് കാർട്ട് empty ആയിരിക്കും.
പിന്നീട് രണ്ടാമത് ആഡ് ചെയ്യുന്ന സമയത്ത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോഡക്റ്റിലേക്കാണ് പുതിയ പ്രോഡക്റ്റായിട്ട് നമ്മൾ ആഡ് ചെയ്യണത്. സോ നമുക്കത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ പ്രീവിയസ് സ്റ്റേറ്റ് കിട്ടണം. ദെൻ ഇവിടെ അരയ്ക്കകത്ത് പ്രീവിയസ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കാർട്ടിലുള്ള ഐറ്റംസ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് സ്പ്രെഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്യാം. സോ 3 ഡോട്ട് പ്രീവിയസ്, അതിലോട്ട് രണ്ടാമത്തെ ആർഗ്യുമെൻ്റ് ആയിട്ട് നമുക്ക് ആഡ് ചെയ്യേണ്ട പ്രോഡക്റ്റ് കൊടുക്കാം. ഓക്കെ, സോ നമ്മൾ എക്സാമ്പിളിൽ ആദ്യം കാർട്ടിലോട്ട് പ്രോഡക്റ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് അത് എം ടി ആയിരിക്കും. അപ്പോൾ നമ്മൾ ഐഫോൺ ആഡ് ചെയ്യുന്ന സമയത്ത് സ്പ്രെഡ് ഓപ്പറേറ്റർ ഇവിടെ യൂസ് ചെയ്യുന്ന സമയത്ത് അത് എം ടി ആയിരിക്കും. ദെൻ പ്രോഡക്റ്റിൽ ഐഫോൺ ഉണ്ടാകും, ഐഫോൺ ആഡ് ചെയ്യും കാർട്ടിലോട്ട്. പിന്നീട് രണ്ടാമത് വരുന്ന സമയത്ത് സ്പ്രെഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിൽ ഐഫോൺ ഉണ്ടാകും, അതിലോട്ടായിരിക്കും സാംസങ്ങിനെ ആഡ് ചെയ്യണത്. പിന്നീട് മൂന്നാമത് ഒരു പ്രോഡക്റ്റ് കാർട്ടിലോട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് അതിൽ ഐഫോൺ ഉണ്ടാകും, സ്പ്രെഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്ന സമയത്ത് അതിൽ ഐഫോൺ ഉണ്ടാകും, സാംസങ് ഉണ്ടാകും, അതിലോട്ട് OnePlusനെ നമ്മൾ ആഡ് ചെയ്യും. അങ്ങനെയാണ് ആഡ് ടു കാർട്ട് വർക്ക് ചെയ്യണത്. ഇനി ഇതിപ്പോൾ ആപ്പ് കമ്പോണൻറ്റിലാണ് നമ്മൾ ഇത് ഡിഫൈൻ ചെയ്തേക്കുന്നത്. ഇത് നമുക്ക് പ്രോഡക്റ്റ് ലിസ്റ്റിലേക്ക് പാസ് ചെയ്യണം. പ്രോഡക്റ്റ് ലിസ്റ്റിൽ നിന്നായിരിക്കും പ്രോഡക്റ്റ് കാർഡിലോട്ട് പ്രോപ്സ് ഒബ്ജക്റ്റായിട്ട് പാസ് ചെയ്യണത്. സോ ഇവിടെ ആഡ് ടു കാർട്ട് പാസ് ചെയ്യണം. ഇതിവിടെ പ്രോഡക്റ്റ് ലിസ്റ്റിൽ വന്നിട്ട് ഇവിടെ പ്രോപ്സ് റിസീവ് ചെയ്യണം. ആഡ് ടു കാർട്ട്, എന്നിട്ട് ഇവിടുന്ന് വീണ്ടും എഗെയിൻ പ്രോപ്സ് ആയിട്ട് ഇവിടുന്ന് ഇത് ആഡ് ടു കാർട്ട് പാസ് ചെയ്യണം. ആഡ് ടു കാർട്ട് ഇനി ഇത് ഇവിടെ പ്രോഡക്റ്റ് കാർഡിൽ വന്നിട്ട് എഗെയിൻ ഇപ്പോൾ ഓൾറെഡി നമ്മൾ പ്രോഡക്റ്റ് ലിസ്റ്റിൽ നിന്ന് റിസീവ് ചെയ്തിട്ടുണ്ടല്ലോ ആർഗ്യുമെൻ്റ് പ്രോപ്സ് ആയിട്ട്. എന്നിട്ട് ഇവിടെ കോമന്റ് ഇട്ട് ആഡ് ടു കാർട്ടും അതുപോലെ റിസീവ് ചെയ്യണം. ആഡ് ടു കാർട്ട് എന്നിട്ട് ഇവിടെ നമുക്കൊരു ബട്ടൺ സെറ്റ് ചെയ്യാം. ബട്ടണിൽ ഓൺ ക്ലിക്ക്, അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇവൻറ്റ് ഹാൻഡിൽ ഫംഗ്ഷൻ ഇവിടെ തന്നെ നമുക്ക് ഇൻലൈനായിട്ട് സെറ്റ് ചെയ്യാം. സോ ഇവിടെ നമ്മൾ അവിടെ ഡിഫൈൻ ചെയ്ത ആഡ് ടു കാർട്ട് ഇവിടുന്ന് കോൾ ചെയ്യുന്ന സമയത്ത് കാർട്ടിലോട്ട് ആഡ് ചെയ്യേണ്ട പ്രോഡക്റ്റ് നമ്മൾ ഇവിടുന്ന് പാസ് ചെയ്യണത്. പ്രോഡക്റ്റ് എവിടെ നിന്ന് കിട്ടിയത്? പ്രോഡക്റ്റ് ലിസ്റ്റിൽ നിന്ന് നമ്മൾ പ്രോപ്സ് ആയിട്ട് പാസ് ചെയ്തിട്ടുള്ളത് ഇവിടെ റിസീവ് ചെയ്തിട്ടുണ്ട്. ഈ റിസീവ് ചെയ്ത പ്രോഡക്റ്റാണ് ആഡ് ടു കാർട്ട് കോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ പാസ് ചെയ്തേക്കുന്നത്. ബട്ടണിൽ ആഡ് ടു കാർട്ട് എന്ന് കൊടുത്തേക്കാം. ആഡ് ടു കാർട്ട്. സോ ഇവിടെ നമ്മുടെ ബട്ടൺ സെറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് അറിയാൻ വേണ്ടിയിട്ട് നാവ്ബാർ സെറ്റ് ചെയ്യണം. സോ നമുക്കൊരു കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്യാം നാവ്ബാറിന് വേണ്ടിയിട്ട്. navbar.jsx rfc. നമുക്ക് കൗണ്ടിന് വേണ്ടിയിട്ട് വേറൊരു കമ്പോണൻറ്റ് കൂടിയും ക്രിയേറ്റ് ചെയ്തേക്കാം. എന്നിട്ട് നാവ്ബാറിൽ ആ കമ്പോണൻറ്റ് നെക്സ്റ്റ് ചെയ്യണം. കാർട്ട് കൗണ്ട് എന്ന് കൊടുക്കാം. കാർട്ട് കൗണ്ട് JSX RFC. എന്നിട്ട് നാവ്ബാറിൽ അത് നെക്സ്റ്റ് ചെയ്യണം. കാർട്ട് കൗണ്ട് സെറ്റ് ചെയ്യുന്നു. ഈ നാവ്ബാർ ആപ്പിൽ വന്നിട്ട് നെക്സ്റ്റ് ചെയ്യണം. നാവ്ബാർ സെറ്റ് ചെയ്യുന്നു. ഇനി ഇവിടെ എന്താ പാസ് ചെയ്യേണ്ടത്? നാവ്ബാറിൽ നമ്മുടെ കാർട്ടിൻ്റെ കൗണ്ടാണല്ലോ അവിടെ കാണിക്കുന്നത്. സോ നമുക്കിവിടെ കാർട്ട് ഐറ്റംസ് പാസ് ചെയ്യാം. കാർട്ട് ഐറ്റംസ് ദെൻ ഇവിടുന്ന് ആപ്പിൽ നിന്ന് കാർട്ട് ഐറ്റംസ് നാവ്ബാറിലേക്ക് പാസ് ചെയ്യുന്നു. ഇവിടെ റിസീവ് ചെയ്യാണ്. കാർട്ട് ഐറ്റംസ്. ഇനി കാർട്ട് നാവ്ബാറിൽ നിന്ന് കാർട്ട് കൗണ്ടിലോട്ട് പാസ് ചെയ്യണം. കാർട്ട് ഐറ്റംസ് എന്നിട്ട് ഇത് കാർട്ട് കൗണ്ടിൽ വന്നിട്ട് ഇതിവിടെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യണം. ഡിസ്പ്ലേ ചെയ്യണമൊക്കെ മുന്നേ ഇവിടെ റിസീവ് ചെയ്യണം. കാർട്ട് ഐറ്റംസ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യണം സ്ട്രോങ്ങിൽ. ഇങ്ങനെയായിരിക്കും കാർട്ട് ഐറ്റംസ്. ആ കാർട്ട് ഐറ്റംസ് എന്ന് പറഞ്ഞത് അറിയാണല്ലോ അതിൻ്റെ ലെങ്ത്ത്.
നമുക്ക് നവബാറിനും കാർട്ട് കൗണ്ടിനും ഒരു സ്റ്റൈൽ കൊടുത്തേക്കാം. സ്റ്റൈൽ ഇവിടുന്ന് കോപ്പി ചെയ്യുന്നു. നവബാർ ഇത് ഇവിടെ ബ്ലൂ എന്ന് കൊടുത്തേക്കാം. പിന്നെ കാർട്ട് കൗണ്ടിൽ പർപ്പിൾ. ഓക്കെ, നമ്മളിവിടെ ആഡ് ടു കാർട്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓരോ പ്രോഡക്റ്റുകളായിട്ട് കാർട്ടിലോട്ട് ആഡ് ആയിക്കൊണ്ടിരിക്കും. സോ നമ്മളിവിടെ യൂസ് ചെയ്ത ആഡ് ടു കാർട്ട് എവിടെ നിന്ന് കിട്ടിയത്? നമ്മൾ ആപ്പിൽ നിന്ന് നേരെ പ്രോഡക്റ്റ് ലിസ്റ്റിലോട്ട് പാസ് ചെയ്തു. പ്രോഡക്റ്റ് ലിസ്റ്റിൽ നിന്നാണ് പ്രോഡക്റ്റ് കാർട്ടിലോട്ട് പാസ് ചെയ്തിട്ട് നമ്മൾ ആഡ് ടു കാർട്ട് യൂസ് ചെയ്തത്. അതുപോലെ തന്നെ കാർട്ടിൻ്റെ കൗണ്ട് ആപ്പിൽ നിന്ന് നവബാറിലേക്ക് പാസ് ചെയ്തു, പ്രോപ്സ് ആയിട്ട് പാസ് ചെയ്തു, നവബാറിൽ നിന്ന് കാർട്ട് കൗണ്ടിലേക്ക് പാസ് ചെയ്തിട്ടാണ് ഇവിടെ നിന്നാണ് നമ്മൾ അത് കൗണ്ട് യൂസ് ചെയ്തത്. സോ ബേസിക്കലി നമ്മുടെ എക്സാമ്പിളിൽ ആകെ 3 ലെയർ മാത്രമേ ഉള്ളൂ, 3 ലെവൽ മാത്രമേ ഉള്ളൂ. പക്ഷേ റിയൽ വേൾഡിലേക്ക് വന്നാൽ ഇതുപോലെ നെസ്റ്റഡ് ആയിട്ട് ഇതുപോലെ ഡീപ്പായിട്ട് കമ്പോണൻറ്റുകൾ ഇങ്ങനെ പോയിട്ടുണ്ടാകും. അപ്പോൾ നമ്മളിപ്പോൾ യൂസ് ചെയ്യണത് ഏറ്റവും അവസാനത്തെ ഡീപ്പ് കമ്പോണൻറ്റിലാണെങ്കിൽ ഇതുപോലെ എല്ലാത്തിലൂടെ ഇങ്ങനെ കയറി ഇറങ്ങിയിട്ട് വേണം അവസാനത്തെ ഇതിൽ എത്തിക്കാനായിട്ട്. പിന്നെ ഒരു കാര്യം പറയാനാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ആപ്പിൽ ഡിഫൈൻ ചെയ്ത ഡേറ്റ നമുക്ക് പ്രോപ്സ് വഴി ഡയറക്റ്റ് പ്രോഡക്റ്റ് കാർഡിൽ ആക്സസ് ചെയ്യാൻ പറ്റില്ല. സോ ഇങ്ങനെ എല്ലാ കമ്പോണൻറ്റിലൂടെയും ഈ പ്രോപ്സ് പാസ് ചെയ്യുന്ന അതിന് പറയുന്ന പേരാണ് പ്രോപ്സ് ഡ്രില്ലിംഗ് എന്നുള്ളത്. ഈ പ്രോപ്സ് ഡ്രില്ലിങ്ങിന് സൊല്യൂഷനായിട്ട് റിയാക്റ്റ് നമുക്ക് തരുന്ന ഒരു ഫീച്ചറാണ് കോണ്ടെക്സ്റ്റ് API എന്നുള്ളത്. കോണ്ടെക്സ്റ്റ് APIയിൽ മെയിനായിട്ട് 3 സ്റ്റെപ്പാണുള്ളത്. ആദ്യം നമ്മൾ ഗ്ലോബലായിട്ട് ഒരു കോണ്ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. പിന്നെ രണ്ടാമത് വരുന്നത് ഈ ക്രിയേറ്റ് ചെയ്ത കോണ്ടെക്സ്റ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യണം. അത് ചിലപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷനിൽ മൊത്തത്തിൽ വേണമെങ്കിൽ പ്രൊവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് പോർഷൻ ഓഫ് കമ്പോണൻറ്റിലേക്ക് മാത്രമായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. മൂന്നാമത് വരുന്നത് നമുക്ക് ഏത് കമ്പോണൻറ്റിലാണോ ഇത് യൂസ് ചെയ്യേണ്ടത് അവിടെ നമ്മൾ ഒരു യൂസ് കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഹുക്ക് യൂസ് ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഡയറക്റ്റായിട്ട് കൺസ്യൂം ചെയ്യണം. ഈ 3 സ്റ്റെപ്പാണ് കോണ്ടെക്സ്റ്റ് APIയിൽ വരുന്നത്. അത് നമുക്ക് ഈ പ്രോബ്ലം ഇത് നമുക്ക് കോണ്ടെക്സ്റ്റ് API യൂസ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഇനി നോക്കാം. സോ നമുക്കിവിടെ ഇതിലോട്ട് വന്നു കഴിഞ്ഞാൽ VS Codeലേക്ക് വന്നു കഴിഞ്ഞാൽ കോണ്ടെക്സ്റ്റ് API ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ പ്രോജക്റ്റിൽ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ പ്രോപ്സും നമുക്ക് ആദ്യം റിമൂവ് ചെയ്യാം. സോ നമുക്കിവിടെ app.jsxൽ നവബാറിൽ പാസ് ചെയ്തിട്ടുള്ള പ്രോപ്സ് ഇവിടെ നിന്ന് റിമൂവ് ചെയ്യാം. ദെൻ പ്രോഡക്റ്റ് ആഡ് ടു കാർട്ട്, പിന്നെ പ്രോഡക്റ്റ് ലിസ്റ്റിലുള്ളത് ആഡ് ടു കാർട്ട്, പ്രോഡക്റ്റ് കാർഡ്, ആഡ് ടു കാർട്ട്, പിന്നുള്ളത് നവബാറിൽ കാർട്ട് ഐക്കൺ, കാർട്ട് കൗണ്ട് 13. ഓക്കെ, നമ്മൾ പ്രോപ്സ് എല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കോണ്ടെക്സ്റ്റ് API ഇംപ്ലിമെൻറ്റ് ചെയ്യാം. കോണ്ടെക്സ്റ്റ് API ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ആദ്യം ചെയ്യേണ്ടത് ഗ്ലോബലായിട്ടൊരു കോണ്ടെക്സ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് കാർട്ട് കോണ്ടെക്സ്റ്റ് .js, നമ്മളിത് ഫയലിന് പേരെടുക്കുന്ന സമയത്ത് നമ്മൾ കമ്പോണൻറ്റിന് എങ്ങനെയാണ് പേരെടുക്കുന്നത് അതുപോലെ തന്നെ ഫസ്റ്റ് ലെറ്റർ, വേർഡിൻ്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. ഇനി നമുക്ക് കോണ്ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റിയാക്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ക്രിയേറ്റ് കോണ്ടെക്സ്റ്റ് എന്നുള്ളത്. അത് നമുക്ക് ആദ്യം ഇമ്പോർട്ട് ചെയ്യാം. ഇമ്പോർട്ട് ക്രിയേറ്റ് കോണ്ടെക്സ്റ്റ്. ഓക്കെ,
ഇത് ഹുക്കല്ല കേട്ടോ, ഇത് ബേസിക്കലി ഒരു ഫംഗ്ഷൻ മാത്രമാണ്. ഹുക്ക് നമ്മൾ ബേസിക്കലി എവിടെയൊക്കെ ആയിരിക്കും, കമ്പോണൻറ്റിനകത്താണ് ഹുക്ക് കോൾ ചെയ്യണത്. അതുപോലെ അല്ലെങ്കിൽ കസ്റ്റം ഹുക്കിനൊക്കെ അകത്തായിരിക്കും ഹുക്കൊക്കെ കോൾ ചെയ്യണത്. സോ ഇത് ബേസിക്കലി ഒരു ഫംഗ്ഷനാണ്, കോണ്ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റിയാക്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് ക്രിയേറ്റ് കോണ്ടെക്സ്റ്റ് എന്നുള്ളത്. അത് നമുക്കിവിടെ താഴെ വന്നിട്ട് കോൾ ചെയ്യാം, ക്രിയേറ്റ് കോണ്ടെക്സ്റ്റ്. ഇത് നമ്മൾ കോൾ ചെയ്യുന്നു. ഇതൊരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്യണം, കോൺസ്റ്റ് കാർട്ട് കോണ്ടെക്സ്റ്റ്. ഇത് നമ്മൾ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യാണ്. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് കോണ്ടെക്സ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണത്, നമുക്ക് പ്രൊവൈഡർ ക്രിയേറ്റ് ചെയ്യണം. പ്രൊവൈഡർ നമുക്ക് ഈ ഫയലിൽ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വേറൊരു സെപ്പറേറ്റ് ഫയലിലും ക്രിയേറ്റ് ചെയ്യാം. ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്യണത്, കാരണം എല്ലാം കൂടി ഒറ്റ ഫയലിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. സോ നമുക്കൊരു പ്രൊവൈഡർ ക്രിയേറ്റ് ചെയ്യണം. കാർട്ട് പ്രൊവൈഡർ ഡോട്ട് JSX. ഇത് ബേസിക്കലി ഒരു കമ്പോണൻ്റ് തന്നെയാണ്. പ്രൊവൈഡർ എന്ന് പറയുന്നത് ഒരു റാപ്പർ കമ്പോണൻ്റ് ആണ്. സോ ഈ കമ്പോണൻറ്റിൽ നമ്മൾ റിട്ടേൺ ചെയ്യണത് സാധാ JSX അല്ല, അത് റിട്ടേൺ ചെയ്യണത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത കാർട്ട് കോണ്ടെക്സ്റ്റിനകത്തുള്ള ഒരു പ്രൊവൈഡർ എന്ന് പറഞ്ഞിട്ടൊരു എലമെൻ്റ് ഉണ്ട്, അതായിരിക്കും ഇവിടെ റിട്ടേൺ ചെയ്യണത്. സോ ഇവിടെ കാർട്ട് പ്രൊവൈഡറിൽ ആദ്യം നമുക്ക് കാർട്ട് കോണ്ടെക്സ്റ്റ് ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് കാർട്ട് കോണ്ടെക്സ്റ്റ്, എന്നിട്ട് അതിവിടെ വന്നിട്ട് കാർട്ട് കോണ്ടെക്സ്റ്റ് ഡോട്ട് അതിൽ പ്രൊവൈഡർ എന്ന് പറഞ്ഞിട്ടൊരു റാപ്പർ കമ്പോണൻ്റ് ഉണ്ട്, അത് വന്നിട്ട് അതായിരിക്കും ഇത് ബേസിക്കലി ഒരു റാപ്പറാണ്. ഇത് റാപ്പ് ചെയ്യുന്ന കമ്പോണൻറ്റിലായിരിക്കും നമുക്ക് ഗ്ലോബലായിട്ടുള്ള സ്റ്റേറ്റുകൾ അവൈലബിൾ ആകുന്നത്. ഓക്കെ, സോ നമുക്ക് റാപ്പർ സെറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി സെറ്റ് ചെയ്യാനുള്ളത് ഈ കാർട്ട് പ്രൊവൈഡർ എന്ന് പറഞ്ഞിട്ടുള്ള റാപ്പർ കമ്പോണൻറ്റ് റാപ്പ് ചെയ്യാനുള്ള കമ്പോണൻറ്റുകൾ സെറ്റ് ചെയ്യലാണ്. സോ ബേസിക്കലി ആ കമ്പോണൻറ്റുകൾ ഈ കാർട്ട് പ്രൊവൈഡറിന് ചിൽഡ്രൻ ആയിരിക്കും. ചിൽഡ്രൻ ദെൻ ഇവിടെ വന്നിട്ട് ചിൽഡ്രൻ കൊടുക്കുകയാണ്. അതായത് നമ്മൾ ഇനി കാർട്ട് പ്രൊവൈഡർ ഇപ്പം app.jsxൽ അല്ലെങ്കിൽ മെയിനിലൊക്കെ റാപ്പ് ചെയ്യുന്ന സമയത്ത്, ഇപ്പം നമ്മുടെ പ്രോജക്റ്റിൽ തന്നെ ഏറ്റവും ടോപ്പിൽ വന്നിട്ട് റാപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രോജക്റ്റിലുള്ള എല്ലാ കമ്പോണൻറ്റും ഈ റാപ്പർ കമ്പോണൻറ്റിന് ചിൽഡ്രൻ ആയിരിക്കും. അപ്പം നമ്മുടെ പ്രോജക്റ്റിലാണെങ്കിൽ ഏതൊക്കെ വരും ചിൽഡ്രൻ ആയിട്ട്, നാവ്ബാർ വരും, പിന്നെ കാർട്ട് കൗണ്ട്, പ്രോഡക്റ്റ് ലിസ്റ്റ്, പ്രോഡക്റ്റ് കാർഡ്, ഇതെല്ലാം ഈ റാപ്പർ കമ്പോണൻറ്റ് ചിൽഡ്രൻ ആയിട്ടായിരിക്കും വന്നത്. ഓക്കെ, ഇനി നമ്മളിപ്പോൾ ഒരു സ്പെസിഫിക് പോർഷനിൽ മാത്രമാണ് റാപ്പ് ചെയ്യണമെങ്കിലോ, നമ്മളിപ്പോൾ പ്രോഡക്റ്റ് ലിസ്റ്റിന് ടോപ്പിൽ വന്നിട്ടാണ് റാപ്പ് ചെയ്യണമെങ്കിൽ ചിൽഡ്രൻ ആയിട്ട് വന്നത് പ്രോഡക്റ്റ് ലിസ്റ്റും പ്രോഡക്റ്റ് കാർഡായിരിക്കും. ഇനി പ്രോഡക്റ്റ് കാർഡിനകത്ത് അഗെയിൻ വേറൊരു കമ്പോണൻറ്റ് നെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഈ ചിൽഡ്രനിൽ വരും. സോ നമുക്ക് കാർട്ട് പ്രൊവൈഡർ സെറ്റായി, ചിൽഡ്രൻ സെറ്റായി. ഇനി അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഗ്ലോബലായിട്ട് പാസ് ചെയ്യാനുള്ള ഡേറ്റ നമുക്ക് സെറ്റ് ചെയ്യണം. അതെവിടെ കിടക്കുന്നുണ്ട്, app.jsx നമുക്കത് കട്ട് ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഇനി ഇവിടെ നമുക്ക് പാസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ കാർട്ട് കോണ്ടെക്സ്റ്റിൽ കാർട്ട് പ്രൊവൈഡറിൽ വന്നിട്ട് ഇവിടെ വന്നിട്ട് കൊടുക്കും. എന്നിട്ട് ഇവിടെ പ്രൊവൈഡറിൻ്റെ കൂടെ ഒരു വാല്യൂ എന്ന് പറഞ്ഞിട്ടൊരു അട്രിബ്യൂട്ട് ഉണ്ട്, അതിലായിരിക്കും ഈ ഡേറ്റ എല്ലാം നമ്മൾ പാസ് ചെയ്യണത്. ഇത് ബേസിക്കലി പ്രോപ്സ് തന്നെ, നമ്മൾ നേരത്തെ യൂസ് ചെയ്ത പ്രോപ്സ് തന്നെ, പക്ഷേ ഇത് പ്രൊവൈഡർ നമുക്ക് തരുന്നതാണ് വാല്യൂ എന്നുള്ള പ്രോപ്സ്. പിന്നെ കോണ്ടെക്സ്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒറ്റ പ്രോപ്സ് മാത്രം നമ്മൾ യൂസ് ചെയ്താൽ മതി. ഇതായിരിക്കും നമ്മുടെ എവിടെയൊക്കെയാണോ ഇത് റാപ്പ് ചെയ്യണത് അവിടേക്കെല്ലാം ഈ ഒറ്റ പ്രോപ്സ് വഴി നമുക്ക് പാസ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ നമ്മൾ ഒബ്ജക്റ്റായിട്ട് പാസ് ചെയ്യാം. രണ്ട് രീതിയിൽ പാസ് ചെയ്യാം, ഒബ്ജക്റ്റായിട്ട് ഒന്നെങ്കിൽ പാസ് ചെയ്യാം, അല്ലെങ്കിൽ അറേ ആയിട്ട് ഇതുപോലെ പാസ് ചെയ്യാൻ പറ്റും. ആഡ് ടു കാർട്ട് കാർട്ട് ഐറ്റംസ്, ഈ രീതിയിൽ നമുക്ക് പാസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഗുഡ് പ്രാക്ടീസ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റായിട്ട് പാസ് ചെയ്യുന്നതാണ്. ഇങ്ങനെ ഒബ്ജക്റ്റായിട്ട് പാസ് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ വേറെ രീതിയിലാണെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു കോൺസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞു കൊടുക്കാം. എന്നിട്ട്
ഇത് ഇവിടേക്ക് ഈ വാല്യൂയിലേക്ക് അസൈൻ ചെയ്തിട്ട് ഈ വാല്യൂ ഇവിടെ കൊടുത്താലും മതി. ഓക്കെ, എങ്ങനെയായാലും കുഴപ്പമില്ല. സോ നമ്മളിവിടെ ഗ്ലോബലായിട്ട് ഇവിടുന്ന് പാസ് ചെയ്തു. ഇനി നമുക്ക് എവിടെയാണ് ആവശ്യമുള്ളത് അവിടെ റാപ്പ് ചെയ്യാം. നമുക്ക് എന്തായാലും ഇത് ആദ്യം ഗ്ലോബലായിട്ട് റാപ്പ് ചെയ്യാം. ഇവിടെ നാവ്ബാറിൻ്റെയും പ്രോഡക്റ്റ് ലിസ്റ്റിൻ്റെയും ടോപ്പിൽ വന്നിട്ട് റാപ്പ് ചെയ്യാം. കാർട്ട് കോണ്ടെക്സ്റ്റിലെ കാർട്ട് പ്രൊവൈഡർ. ഇപ്പോൾ നമുക്ക് നമ്മുടെ പ്രൊജക്റ്റിലുള്ള എല്ലാ കമ്പോണൻറ്റിലും നമ്മുടെ പാസ് ചെയ്തിട്ടുള്ള ഗ്ലോബലായിട്ട് പാസ് ചെയ്തിട്ടുള്ള വാല്യൂ ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ നമുക്ക് എവിടെയാണ് ആഡ് ടു കാർട്ട് ആക്സസ് ചെയ്യേണ്ടത്? പ്രോഡക്റ്റ് കാർഡിലാണല്ലോ. ഇവിടെ വന്നിട്ട് യൂസ് കോണ്ടെക്സ്റ്റ് കോൾ ചെയ്യാം. കോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഏത് കോണ്ടെക്സ്റ്റാണ് ആവശ്യമുള്ളത് ആ കോണ്ടെക്സ്റ്റ് ആയിരിക്കണം ഈ യൂസ് കോണ്ടെക്സ്റ്റിൽ പാസ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് ഏതാ വേണ്ടത്? കാർട്ട് കോണ്ടെക്സ്റ്റ് ആണ് നമുക്ക് വേണ്ടത്. ഇമ്പോർട്ട് കാർട്ട് കോണ്ടെക്സ്റ്റ് ഇമ്പോർട്ട് ചെയ്തു. ആ കാർട്ട് കോണ്ടെക്സ്റ്റ് ആയിരിക്കും ഇവിടെ നമ്മൾ പാസ് ചെയ്യേണ്ടത്. കാർട്ട് കോണ്ടെക്സ്റ്റ്. നമുക്ക് ഇവിടെ നിന്ന് റെസ്പോൺസ് ഒന്ന് കൺസോൾ ചെയ്ത് നോക്കാം. കോൺസ്റ്റ് റെസ്പോൺസ് ലോഗ് റെസ്പോൺസ്. നമ്മളവിടെ പ്രോപ്സിൽ പാസ് ചെയ്ത് എന്തായിരുന്നു? കാർട്ട് പ്രൊവൈഡറിൽ വാല്യൂ എന്നുള്ള അട്രിബ്യൂട്ട് യൂസ് ചെയ്തിട്ട് പാസ് ചെയ്തത് ആഡ് ടു കാർട്ടും കാർട്ട് ഐറ്റമാണ്. ഇത് നമുക്ക് വന്നുകൊണ്ട് നോക്കാം. ഇവിടെ നമ്മൾ വന്ന സമയത്ത് ഇവിടെ യൂസ് സ്റ്റേറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ്. അത് നമ്മൾ app.jsxൽ നിന്ന് കട്ട് ചെയ്തപ്പോൾ യൂസ് സ്റ്റേറ്റ് ഉണ്ടാവുന്നില്ല, കട്ട് ചെയ്തില്ല. കാർട്ട് പ്രൊവൈഡർ ഇവിടെ നമ്മളിവിടെ യൂസ് സ്റ്റേറ്റ് ഇമ്പോർട്ട് ചെയ്തിട്ടില്ലല്ലോ. ഇമ്പോർട്ട് യൂസ് സ്റ്റേറ്റ് അതിൻ്റെയാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ കൺസോൾ ചെയ്തത് ഇവിടെ കാർട്ട് ഐറ്റംസ്. ഇവിടെ നമ്മൾ അവിടുന്ന് വാല്യൂ എന്ന് പറഞ്ഞ പ്രോപ്സിൽ പാസ് ചെയ്തേക്കണം ആഡ് ടു കാർട്ടും കാർട്ട് ഐറ്റവും ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഇത് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡീസ്ട്രക്ചർ ചെയ്തെടുക്കാം. ആഡ് ടു കാർട്ട് ഇത് നമുക്ക് ബട്ടണിൽ യൂസ് ചെയ്യാം. ഓൺ ക്ലിക്ക് കോൾ ബാക്ക് ഫംഗ്ഷൻ. സോ ഇവിടെ നമ്മൾ ആഡ് ടു കാർട്ട് കോൾ ചെയ്യുന്നു. കോൾ ചെയ്യുന്ന സമയത്ത് പ്രോഡക്റ്റ് പാസ് ചെയ്യണം. ഇനി നമുക്ക് നാവ്ബാറിൽ എവിടെയാണ് കാർട്ട് അക്കൗണ്ടിലും ഇതുപോലെ തന്നെ ആക്സസ് ചെയ്യണം. സോ നമ്മൾ ഇവിടെ വന്നിട്ട് യൂസ് കോണ്ടെക്സ്റ്റ് കോൾ ചെയ്യുന്നു. കോൾ ചെയ്യുന്ന സമയത്ത് കാർട്ട് കോണ്ടെക്സ്റ്റ് പാസ് ചെയ്യണം. കാർട്ട് കോണ്ടെക്സ്റ്റ് പാസ് ചെയ്യുന്നു. നമ്മൾ മറ്റേ സ്നിപ്പറ്റ് ചെയ്തുകൊണ്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇമ്പോർട്ട് ആയിക്കോളും. സോ യൂസ് കോണ്ടെക്സ്റ്റിൽ കാർട്ട് കോണ്ടെക്സ്റ്റ് പാസ് ചെയ്തു. ഇവിടെ നമുക്ക് കാർട്ട് ഐറ്റംസ് ഡിസ്ട്രിക്ട് ചെയ്തെടുക്കാം. കാർട്ട് ഐറ്റംസ് ഇവിടെ വന്നിട്ട് കാർട്ട് ഐറ്റംസ് ബ്രാക്കറ്റ് യൂസ് ചെയ്യണം. കാർട്ട് ഐറ്റംസ് ഡോട്ട് ലെങ്ത്. ഓക്കെ, ഇത് കറക്റ്റായിട്ട് വന്നിട്ട് നോക്കാം. ഓക്കെ, ഇവിടെ കാർട്ട് ഐറ്റംസ് പ്രോപ്സ് നമ്മൾ റിമൂവ് ചെയ്തിട്ടില്ല. ഇത് ഇവിടെ നിന്ന് റിമൂവ് ചെയ്യണം. ഇതിപ്പോൾ ആവശ്യമില്ലല്ലോ. സോ അടുത്ത റെസ്പോൺസ് ഈസ് നോട്ട് ഡിഫൈൻഡ്. റെസ്പോൺസ് നമുക്ക് ഇവിടുന്ന് പ്രോഡക്റ്റ് കാർഡ് റെസ്പോൺസ് ഇവിടുന്ന് റിമൂവ് ചെയ്യാം. ഓക്കെ, നമ്മളിവിടെ ആഡ് ടു കാർട്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കാർട്ടിലോട്ട് പ്രോഡക്റ്റ് ആഡ് ചെയ്യും. അതിൻ്റെ കൗണ്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട്. സോ ഇങ്ങനെയാണ് കോണ്ടെക്സ്റ്റ് API യൂസ് ചെയ്തിട്ട് നമ്മൾ സ്റ്റേറ്റ് ഗ്ലോബലായിട്ട് മാനേജ് ചെയ്യണത്. സോ കോണ്ടെക്സ്റ്റ് API എന്താണെന്ന് ഓൾമോസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കിനി ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. അത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നല്ലൊരു ക്ലാരിറ്റി കിട്ടും.
അത് വേറെ ഒന്നല്ല, നമ്മൾ നാവ് ബാറിൽ യൂസേഴ്സിൻ്റെ നെയിം ഡിസ്പ്ലേ ചെയ്ത് കാണിക്കല്ലേ, ആ ഫീച്ചറും ഇംപ്ലിമെൻറ്റ് ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് യൂസർ കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു കോണ്ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. യൂസർ കോണ്ടെക്സ്റ്റ് ഡോട്ട് JSX. നമുക്ക് ഈ തവണ കോണ്ടെക്സ്റ്റും പ്രൊവൈഡറും ഒറ്റ ഫയലിൽ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ. പിന്നെ പറയാനുള്ളത്, നമ്മൾ നേരത്തെ നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നി കാണും, നമ്മളിപ്പോൾ കാർട്ട് കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ JS ഫയലാണ് എക്സ്റ്റൻഷനായി കൊടുത്തേക്കണം. അതെന്തുകൊണ്ടാണ്? ഇവിടെ നമ്മൾ ബേസിക്കലി JSX ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഓക്കെ. ഇവിടെ നമ്മുടെ ജാവാസ്ക്രിപ്റ്റാണ്, പ്യുവർ ജാവാസ്ക്രിപ്റ്റ് മാത്രമാണ് യൂസ് ചെയ്യണത്. സോ അതുകൊണ്ടാണ് ഇവിടെ കാർട്ട് കോണ്ടെക്സ്റ്റ് ഡോട്ട് JS എന്ന് കൊടുത്തത്. ഇവിടെ നമ്മൾ ബേസിക്കലി ഒരു കമ്പോണൻ്റാണ്, റാപ്പർ കമ്പോണൻ്റാണ് ഇവിടെ ഡിഫൈൻ ചെയ്തത്. അതുകൊണ്ടാണ് കാർട്ട് പ്രൊവൈഡറിന് ഡോട്ട് JSX കൊടുത്തേണ്ടത്. ഓക്കെ. ഇനി നിങ്ങൾ രണ്ടും ഒറ്റ ഇതിൽ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് JSX എന്ന് കൊടുത്താൽ മതി. യൂസർ കോണ്ടെക്സ്റ്റ് ഡോട്ട് JSX എന്ന് കൊടുക്കാം. എന്നിട്ട് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ കോണ്ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അത് ഇമ്പോർട്ട്, നമ്മൾ നേരത്തെ ചെയ്തപോലെ തന്നെ ഇമ്പോർട്ട് ക്രിയേറ്റ് കോണ്ടെക്സ്റ്റ് ഇമ്പോർട്ട് ചെയ്തു. ഇനി ഇവിടെ വന്നിട്ട് അത് കോൾ ചെയ്യണം. ക്രിയേറ്റ് കോണ്ടെക്സ്റ്റ് കോൾ ചെയ്യുന്നു. ഇവിടെ കോൺസ്റ്റ് യൂസർ കോണ്ടെക്സ്റ്റ്. പിന്നെ ഒരു കാര്യം, ഇവിടെ ഇത് എക്സ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. രണ്ടും ഒരു ഒറ്റ ഫയലിലാണ് ഡിഫൈൻ ചെയ്യുന്നതെങ്കിലും, കാരണം നമ്മൾ യൂസ് കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഹുക്ക് കോൾ ചെയ്യുന്ന സമയത്ത് പാസ് ചെയ്യണമല്ലോ. യൂസർ കോണ്ടെക്സ്റ്റ് അല്ല അവിടെ പാസ് ചെയ്യണത്. സോ ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എക്സ്പോർട്ട്. ഇനി നമ്മൾ ഈ തവണ ഒരു ചെറിയൊരു ഇതും കൂടി ആഡ് ചെയ്യണം. അതായത് നമുക്ക് ഇതിൽ ക്രിയേറ്റ് കോണ്ടെക്സ്റ്റ്, സോ ബേസിക്കലി കോണ്ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഡീഫോൾട്ടായിട്ടൊരു വാല്യൂ സെറ്റ് ചെയ്യാൻ പറ്റും. സോ ഈ തവണ ഒരു ഒബ്ജക്റ്റ് സെറ്റ് ചെയ്യാം. ഒബ്ജക്റ്റ് നെയിം എന്ന് പറഞ്ഞിട്ട് ഗസ്റ്റ്. അതായത് ചില ഇ-കൊമേഴ്സ് വെബ്സൈറ്റിലൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ലോഗിൻ ചെയ്തില്ലെങ്കിൽ അവിടെ ഗസ്റ്റ് എന്ന് പറഞ്ഞിട്ടായിരിക്കുമല്ലോ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. സോ അങ്ങനെ ചെയ്യാം. സോ ബേസിക്കലി ഇത് വർക്ക് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ യൂസർ പ്രൊവൈഡർ റാപ്പ് ചെയ്യാത്ത കമ്പോണൻറ്റിലൊക്കെ ഈ ഗസ്റ്റ് കിട്ടും. ഗ്ലോബലായിട്ട് ഈ ഗസ്റ്റ് കിട്ടും. യൂസർ പ്രൊവൈഡർ റാപ്പ് ചെയ്തിട്ടുള്ള കമ്പോണൻറ്റിലൊക്കെ നമ്മൾ ഏതാണോ വാല്യൂ പാസ് ചെയ്തിട്ടുള്ളത് ആ വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. സോ ഇവിടെ നമുക്ക് കമ്പോണൻറ്റിന് വേണ്ടിയിട്ട് RFC, എന്നിട്ട് ഇത് ഇവിടെ റിമൂവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പ്രൊവൈഡർ എവിടെ ഇരിക്കുന്നത്? യൂസർ കോണ്ടെക്സ്റ്റിൽ. ഇത് യൂസർ പ്രൊവൈഡർ എന്നാക്കാം. അവിടെ യൂസർ പ്രൊവൈഡർ. പിന്നെ നമ്മുടെ പ്രൊവൈഡർ എലമെൻ്റ് ഉള്ളത് എവിടെയാണ്? യൂസർ കോണ്ടെക്സ്റ്റിലാണ്. സോ യൂസർ കോണ്ടെക്സ്റ്റ് ഡോട്ട് പ്രൊവൈഡർ കമ്പോണൻറ്റ്. ഇനി ഏതാണ് നമ്മുടെ നേരത്തെ ചെയ്ത പോലെ തന്നെ ചിൽഡ്രൻ സെറ്റ് ചെയ്യാം. ചിൽഡ്രൻ ദെൻ വാല്യൂ സെറ്റ് ചെയ്യാം. കോൺസ്റ്റ് നെയിം, സെറ്റ് നെയിം, യൂസ് സ്റ്റേറ്റിൽ നമുക്കൊരു പേര് കൊടുക്കാം, ജോൺ എന്ന് കൊടുക്കാണ്. ഇനി ഇവിടെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാല്യൂ ഏതൊക്കെയാണ്? നെയിമുണ്ട്, സെറ്റ് നെയിമുണ്ട്. ഇത് ഇവിടെ നിന്ന് പാസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് യൂസർ പ്രൊവൈഡർ റാപ്പ് ചെയ്യണം. റാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ മാത്രം നാവ് ബാറിൽ മാത്രമായിട്ട് നമുക്ക് ഇത് പ്രൊവൈഡർ കൊടുക്കാം. യൂസർ പ്രൊവൈഡർ. സോ ഇവിടെ നാവ് ബാറിൽ എന്ത് കിട്ടും? ജോൺ കിട്ടും. വേറെ എവിടെയെങ്കിലും ഇതിന് അല്ലാത്ത നാവ് ബാറിലല്ലാത്ത കമ്പോണൻറ്റിലൊക്കെ ഗസ്റ്റ് ആയിരിക്കും കിട്ടുന്നത്. അത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് പ്രോഡക്റ്റ് കാർഡിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്കിവിടെ ആദ്യം യൂസ് കോണ്ടെക്സ്റ്റ് കോൾ ചെയ്യാം. യൂസ് കോണ്ടെക്സ്റ്റ് കോൾ ചെയ്യുന്ന സമയത്ത് യൂസർ കോണ്ടെക്സ്റ്റ്
യൂസർ കോണ്ടെക്സ്റ്റ് പാസ് ചെയ്യാണ്. ദെൻ നമ്മളിവിടെ നെയിം ഡീസ്ട്രക്ട് ചെയ്തെടുക്കാം. ഇവിടെ കിട്ടുന്ന നെയിം ഇതാണ്. നമ്മൾ ഡീഫോൾട്ടായിട്ട് കൊടുത്ത നെയിം ആയിരിക്കും ഇവിടെ കിട്ടുന്നത്. ഈ നെയിം ഇവിടെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാം. നെയിം കൊടുക്കുന്നു. ഇനി നമുക്ക് നാവ് ബാറിൽ വന്നിട്ട് ഇവിടെ നമുക്ക് യൂസ് കോണ്ടെക്സ്റ്റ് കോൾ ചെയ്യാം. യൂസ് കോണ്ടെക്സ്റ്റ് കോൾ ചെയ്യുന്നു. യൂസർ കോണ്ടെക്സ്റ്റ് പാസ് ചെയ്യുന്നു. ദെൻ ഇവിടെ നമ്മൾ നെയിം ഡീസ്ട്രക്ട് ചെയ്തെടുക്കുകയാണ്. ഇവിടെ കിട്ടുന്ന നെയിം ഏതായിരിക്കും? നമ്മൾ യൂസർ പ്രൊവൈഡറിൽ പാസ് ചെയ്ത നെയിം ആയിരിക്കും ഇവിടെ കിട്ടുന്നത്. സോ ഇവിടെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാം. നെയിം എന്ന് പറഞ്ഞു കൊടുക്കാം. സോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ റാപ്പ് ചെയ്തേക്കുന്നത് എവിടെയാണ്? ഇവിടെ നാവ് ബാറിലാണ് യൂസർ പ്രൊവൈഡർ റാപ്പ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നമുക്ക് ജോൺ കിട്ടി. റാപ്പ് ചെയ്യാത്ത പ്രോഡക്റ്റ് കാർഡിൽ നമ്മൾ ഗ്ലോബലായിട്ട് സെറ്റ് ചെയ്തേക്കണം. ഡീഫോൾട്ടായിട്ട് സെറ്റ് ചെയ്തേക്കണം ഗസ്റ്റ്സ് എന്നുള്ള നെയിമാണ് നമ്മളിവിടെ പ്രോഡക്റ്റ് കാർഡിൽ ആക്സസ് ചെയ്തത്. സോ ഇങ്ങനെയാണ് ബേസിക്കലി റാപ്പ് ചെയ്ത കമ്പോണൻറ്റിലും റാപ്പ് ചെയ്യാത്ത കമ്പോണൻറ്റിലും യൂസ് കോണ്ടെക്സ്റ്റ്